everyone, welcome back to Silent Learning. It's me Muhammad Shafiq BK, your chemistry teacher. മക്കളെ, കാർബണിന്റെ ലോകം അല്ലെങ്കിൽ വേൾഡ് ഓഫ് കാർബൺ എന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന പോകാം. നോക്കിക്കേ, നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാമെങ്കിലും സാറ് പറയാണ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അതിന്റെ ഫോർമുല തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമുല എന്താ മക്കളെ? CO2. ഒരു കാർബണും രണ്ട് ഓക്സിജനും കമ്പൈൻ ചെയ്ത ഒരു മോളിക്യൂൾ ആണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് അതിന്റെ പ്രിപ്പറേഷനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കാൽസ്യം കാർബണേറ്റ് അഥവാ CaCO3യും നമ്മളുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത് തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെ? അവിടെ എന്തൊക്കെ ഉണ്ടാകുന്നത്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ എന്തുണ്ടാകുന്നുണ്ട്? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്, പ്ലസ് വാട്ടർ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും മക്കൾ, എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം? ഒന്ന് നോക്കിക്കേ, നിങ്ങളോട് ചോദിക്കും എന്താണ് കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ എഴുതണം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് എഴുതണം. മറ്റൊരു ചോദ്യം എന്തായിരിക്കും മക്കളെ? ഈ ഒരു ഭാഗം ഒഴിച്ചിട്ട് തരും, അതായത് അവിടെ ഏത് ഗ്യാസ് ആണ് നിങ്ങളോട് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും മക്കളോട് എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ, റെഡി? ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു സ്വഭാവം നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് മിൽക്കി കളറാക്കി മാറ്റും. എന്തിനെ? നമ്മളുടെ ചുണ്ണാമ്പ് വെള്ളത്തെ, അതല്ലെങ്കിൽ ലൈം സ്റ്റോണിന്റെ അല്ലെങ്കിൽ ക്യുക്ക് ലൈമിന്റെ വാട്ടറിനെ അത് മിൽക്കി കളറാക്കി മാറ്റും, പാൽ നിറമാക്കി മാറ്റും എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ നോക്കിക്കേ, എങ്ങനെയാണ് കാർബണേറ്റുകളെ തിരിച്ചറിയാം? ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമുക്ക്. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? CO3 ഉള്ള കോമ്പൗണ്ടുകൾ, സംയുക്തങ്ങളെ മൊത്തം വിളിക്കുന്ന പേരാണ് കാർബണേറ്റുകൾ. ഏതൊരു കാർബണേറ്റും ഒരു ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തരും. എങ്ങനെ? ഏതൊരു കാർബണേറ്റും ഒരു ആസിഡുമായി പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തരും. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. നോക്കിക്കേ, ഒരു കാർബണേറ്റ് ആണല്ലോ, കാൽസ്യം കാർബണേറ്റ്, HCl എന്ന് പറഞ്ഞ ഒരു ആസിഡ് അല്ലടാ. ഓക്കെ, അപ്പൊ എന്ത് ഗ്യാസ് ഉണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടായി. അപ്പോ നിങ്ങളോട് ഒരു ആൾ പറയാണ്, നിങ്ങൾക്കൊരു പൊടി എന്നിട്ട് അത് കാർബണേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ആ പൊടിയെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി, അല്ലെ? അപ്പൊ നമുക്ക് കാർബണേറ്റുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ എന്ന് നോക്കലാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ആഡ് സം ഡൈല്യൂട്ട് HCl അഥവാ കുറച്ച് ഡൈല്യൂട്ട് ആസിഡ് അതിലേക്ക് ചേർക്കണം. അപ്പോൾ എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും, ഒരു കളർലെസ് ഗ്യാസ് ഫോം ചെയ്യും. അത് നിങ്ങൾ ഈ കാര്യം പഠിച്ചു വെക്കുക. ലൈം വാട്ടറിനെ മിൽക്കി ആയിട്ട് മാറ്റും, ലൈം വാട്ടറിനെ എന്താക്കി മാറ്റും? പാൽ നിറമാക്കി മാറ്റും മക്കളെ. അപ്പൊ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുന്ന് ചോദ്യം വരിക? മക്കൾ എന്നെ ആലോചിച്ച് നോക്കടാ. ഏതോ ഒരു രാധുവോ അല്ലെങ്കിൽ രാമയോ ആരെങ്കിലും ആയിക്കോട്ടെ, അവൻ ഒരു ഗ്യാസിനെ ഒരു ലൈം വാട്ടറിലൂടെ കടത്തി വിട്ടപ്പോൾ അവിടെ മിൽക്കി കളറായി. നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഈ ഗ്യാസ് ഏതാണ് എന്ന്. മക്കൾ എഴുതണം എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുള്ള, അല്ലെ? ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കി മാറ്റുന്ന ഗ്യാസ് ഏത് എന്നുള്ള രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ, റെഡി ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം എന്താണ്. യെസ്, അടുത്ത നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു ഏരിയ ആണ് ഏത്? ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്ട് എന്നുള്ളത്. മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താടാ? കാർബൺ ഡൈ ഓക്സൈഡിന് ഡെൻസിറ്റി കുറവാണ്, അല്ലെ? ഡെൻസിറ്റി അഥവാ സാന്ദ്രത കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ നിന്നും പെട്ടെന്ന് തന്നെ മേലോട്ട് പൊങ്ങിപ്പോവോ? ഇല്ല, അത് ഭൂമിയിൽ തന്നെ അവിടെ ഇങ്ങനെ ഭൂമിയുടെ നിരപ്പിൽ അങ്ങനെ കിടക്കും. കാരണം എന്താ? ഡെൻസിറ്റി കുറവാണ്, സാന്ദ്രത കുറവാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന് മറ്റൊരു സ്വഭാവം എന്താണ്? നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡിന് ആകെ നമ്മളുടെ ഭൂമിയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് മെയിൻ സോഴ്സ് എന്താണ്? നമ്മളുടെ സസ്യങ്ങളാണ്. എന്നാൽ ആ സസ്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ വാഹനങ്ങളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്ന് ഒക്കെ ഒരുപാട് മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ ഒക്കെ വരുമ്പോൾ ഒരുപാട് അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിക്ക് ചുറ്റും കൂടുമ്പോൾ മക്കൾ മനസ്സിലാക്കുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വൻതോതിൽ വർദ്ധിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കുട പോലെ അല്ലെങ്കിൽ ഒരു ചില്ല് കൂടാരം പോലെ നമ്മളുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ആവരണം ചെയ്ത് നിൽക്കുകയും, എന്നാൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ, ചൂടുള്ള അൾട്രാ വയലറ്റ് പോലെയുള്ള, ഇൻഫ്രാറെഡ് പോലെയുള്ള രശ്മികൾ
ഭൂമിയിലെത്തുകയും അത് തിരിച്ചു പോകാതെ കാർബൺ ഡൈ ഓക്സൈഡ് തടഞ്ഞു വെക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമിയിൽ എന്ത് കൂടും? ചൂട് കൂടും. ഇതിനെ പറയുന്ന പേരാണ് എന്താ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഈ ഒരു പ്രോസസ്സിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കുക. ഇതെന്താ കാരണം എന്ന് മക്കളോട് ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഭൂമിയിൽ കൂടുമ്പോൾ അവിടെ സൂര്യനിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് രശ്മികൾ പോലെയുള്ള ചൂടിനെ അല്ലെങ്കിൽ രശ്മികളെ ഭൂമിയിൽ നിന്നും തിരിച്ച് അയക്കാൻ ആര് സമ്മതിക്കില്ല? കാർബൺ ഡൈ ഓക്സൈഡ് സമ്മതിക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡ് അതിനെ തടഞ്ഞു വെക്കും. അങ്ങനെ ഭൂമിയിലെ ചൂട് ക്രമാതീതമായി കൂടുക തന്നെ ചെയ്യും. ഓക്കെ, ഇങ്ങനെ കൂടുന്നത് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം. മക്കളെ എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് മുഖേന ഉണ്ടാകുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം. എന്താണ്? നോക്കിക്കേ, ആഗോള താപനം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിയിലെ ചൂട് കൂടുന്ന ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. കൂടിയാൽ എന്തൊക്കെ ഉണ്ടാവുക? ഭൂമിയിലുള്ള മഞ്ഞുമലകളൊക്കെ ഉരുകിപ്പോകും. ഓക്കെ, ഇനി എന്താണ്? അപ്പോൾ കടൽ നിരപ്പ് കൂടും. കടൽ നിരപ്പ് കൂടുമ്പോൾ ഭൂമി കുറെ വെള്ളത്തിനടിയിലാകും. ഓക്കെ, ഇനി ഭൂമിയിലെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോകും. വരൾച്ച അനുഭവപ്പെടും. ശുദ്ധജലം നഷ്ടപ്പെടും. ഓക്കെ, ഭൂമിയിൽ മൊത്തം ചൂട് കൂടും. ഇങ്ങനെയുള്ള ഈ ഒരു എഫക്റ്റ് ആണ്, ഈ ഒരു പ്രോബ്ലമാണ് ഗ്ലോബൽ വാർമിംഗ്, ഓക്കെ, ആഗോള താപനം എന്ന് വിളിക്കുന്നത്. ഈ 2 പോയിന്റിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യം വരാം സാറ് പറഞ്ഞുതരാം, മക്കൾ കേട്ടിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, എന്താണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് ചോദിച്ചാൽ മക്കൾ എഴുതേണ്ടത് എന്താണ്? ഓക്കെ, വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ, നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഭൂമിയുടെ ടെമ്പറേച്ചർ താപനില കൂടുന്നു. ഓക്കെ, ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്, ഹരിതഗ്രഹ പ്രഭാവം എന്ന് വിളിക്കുന്നത്. എന്നാൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലോബൽ വാർമിംഗ് അതല്ലെങ്കിൽ ആഗോള താപനം എന്ന് വിളിക്കുക. മക്കളെ, അപ്പൊ ഈ 2 പോയിന്റുകൾ മക്കൾ ഓർത്തു വെക്കുക. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് തീയിനെ കെടുത്തുന്ന ഒരു വാതകമാണ്. അതുകൊണ്ട് തന്നെ തീ കെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണല്ലോ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, അല്ലെ? ഓക്കെ, അഗ്നിശമനികളിൽ എന്തായിട്ട് ഉപയോഗിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ കുടിക്കുന്ന സോഡ, പെപ്സി, കൊക്കോകോള, ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? നമ്മളുടെ അപ്പക്കാരം, മലക്കുകാരം, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡയിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. രാസവളങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഇതിന്റെ പുറമെ എന്തായാലും മക്കൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന കാർബജൻ, പേര് മറക്കരുത്, കാർബജൻ. ഓക്കെ, കാർബജനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് കാർബജൻ എന്ന് നിങ്ങളോട് ചോദിക്കും. എന്താണ്? കൃത്രിമ ശ്വസനത്തിനായിട്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആയിട്ട് എടുക്കുന്ന മിക്സ്ചർ ഓഫ് 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും കൂടിയിട്ടുള്ള മിക്സ്ചറാണ്. 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും കൂടിയ മിശ്രിതത്തെയാണ് നമ്മൾ കാർബജൻ എന്ന് വിളിക്കുന്നത്. എന്താണ് കാർബജന്റെ യൂസ് എന്ന് ചോദിക്കും. അപ്പോൾ മക്കൾ എഴുതണം കൃത്രിമ ശ്വസനത്തിന്, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും കൃത്രിമ ശ്വസനത്തിന് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉപയോഗിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ മക്കൾ എഴുതണം കാർബജൻ. ഓക്കെ, എന്താണ് കാർബജൻ? 95% ഓക്സിജനും, അല്ലെ? ഓക്കെ, മക്കളെ പഠിച്ചു വെക്കടാ. 95% ഓക്സിജനും പ്ലസ് 5% കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന മിശ്രിതത്തെയാണ് നമ്മൾ കാർബജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെഡിയാണോ? പിന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡ്രൈ ഐസ്. എന്താണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്? മക്കളെ, ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഖരമാണ് ഡ്രൈ ഐസ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപത്തെ സോളിഡ് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഐസ്. എന്താ അതിന്റെ പ്രത്യേകത? ഇതിന് സബ്ലിമേഷൻ നടക്കും. അതായത് ഇത് ഖരരൂപത്തിൽ നിന്നും ഡയറക്റ്റ് വാതക രൂപത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ തുറന്നു വിട്ടാൽ അതൊരു ഫോഗ് ലേക്ക്, മഞ്ഞ് പോലെ അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കും. ഇത് സ്റ്റേജ് ഷോകളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഡ്രൈ ഐസ് എങ്ങനെയൊക്കെ ചോദ്യം വരാം? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപത്തിന് വിളിക്കുന്ന പേരാണ് മക്കൾ എഴുതും ഡ്രൈ ഐസ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് ചോദിച്ചാൽ മക്കൾ എഴുതണടാ ഡ്രൈ ഐസ് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റന്റ് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ട് തരാം. സ്റ്റേജ് ഷോയില് മൂടൽ മഞ്ഞ് പോലെയുള്ള പ്രഭാവം ഉണ്ടാക്കുന്നു, എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് സ്റ്റേറ്റിലായിട്ടുള്ള ഡ്രൈ ഐസ് എന്നുള്ളത്. മക്കളെ, ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം മക്കളെ. അതിൽ ഒരു തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു മാറ്റം വരുത്തരുത്. ഓക്കെ, അടുത്തത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കാർബൺ മോണോക്സൈഡ് പറയുമ്പോൾ കാർബണും ഒരു ഓക്സിജനും.
കാർബണും 2 ഓക്സിജൻ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സിജൻ അല്ലേ. ഓക്കെ, 2 ഓക്സിജൻ ആകുമ്പോഴാണ് ഡൈ പറയാ, ഒന്നാകുമ്പോൾ മോണോ അല്ലെ, മൂന്നാകുമ്പോൾ ട്രൈ എന്നാണ് പറയാ. അപ്പൊ കാർബൺ 2 ഓക്സിജൻ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, എന്നാൽ കാർബൺ 1 ഓക്സിജൻ ആകുമ്പോൾ കാർബൺ മോണോക്സൈഡ്. സെറ്റ് ആണോ? അങ്ങനെയെങ്കിൽ മക്കളെ പഠിക്കടാ, കാർബൺ മോണോക്സൈഡ് ഈസ് എ ഗ്യാസ്. എന്താ, ഒരു ഗ്യാസ് തന്നെയാണ്. കാർബൺ റിയാക്ട് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. മക്കളെ കേൾക്കടാ, കാർബണും ഓക്സിജനും ചേർന്നാലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക, എന്നാൽ അതേ കാർബണും ഓക്സിജനും ചേർന്നാൽ തന്നെയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക. അതെന്താണ്? ഇവിടെ ഓക്സിജന്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ അവിടെ കത്തുന്ന സമയത്ത്, കാർബൺ കത്തുന്ന സമയത്താണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക. അതായത് ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ പറയും എങ്ങനെയുള്ള കത്തുക എന്ന് പറയാം, എങ്ങനെയുള്ള ജ്വലനം എന്ന് പറയാം, ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ഓക്കെ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ അപൂർണമായ ജ്വലനം. പൂർണ്ണമായ ജ്വലനം എന്നല്ല, ജ്വലിക്കണമെങ്കിൽ ഓക്സിജൻ വേണം അല്ലെ. അപ്പൊ ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ അവിടെ എന്താണ്? ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയാം, അഥവാ അപൂർണമായ ജ്വലനം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ് എന്ത്? കാർബൺ മോണോക്സൈഡ് പോയ്സണസ് ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ പോയ്സണസ് ഗ്യാസ് ആണ് അല്ലെ. കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താ? നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡിനെ ഏറ്റെടുത്തുകൊണ്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ആയി മാറും. മക്കളെ മറക്കരുതടാ, എന്താണ്? കാർബോക്സി ഹീമോഗ്ലോബിൻ ആയി മാറും അല്ലെ. ഓക്കെ, എന്നാൽ അത് എന്തിന് പ്രശ്നമാക്കും? നമ്മളെ രക്തം കുറയുകയും നമ്മളെ ഉള്ളിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും അത് മരണത്തിന് വരെ കാരണമാവാനും കാര്യമുള്ള ഒരു സംഗതിയാണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെ ഒരു വിപത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത് മക്കളെ. ഇതൊരിക്കലും നിങ്ങൾ കളയരുത്. അപ്പോ എന്താണ്? കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും തമ്മിൽ ചേർന്നുണ്ടാകുന്ന സാധനത്തിന്റെ പേര് കാർബോക്സി ഹീമോഗ്ലോബിൻ. അങ്ങനെ ഉണ്ടായാൽ എന്താണ്? നമ്മുടെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, ഓക്സിജനെ നമുക്ക് ശ്വസിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ മരണത്തിലേക്ക് വരെ നയിക്കാൻ കാരണമാകും ആര്? കാർബൺ മോണോക്സൈഡ്. ഇനി കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങൾ എന്താ? ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ അവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ഈ 2 ആളുകളെയാണ്. വാട്ടർ ഗ്യാസ് എന്താന്ന് ചോദിക്കും, പ്രൊഡ്യൂസർ ഗ്യാസ് എന്താന്ന് ചോദിക്കും. മക്കളെ, കാർബൺ മോണോക്സൈഡിന്റെ ഒരു ഉപയോഗത്തിൽപ്പെട്ടതാണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നാലാണ് വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡും നൈട്രജൻ വാതകവും ചേർന്നാലാണ് എന്ത്? പ്രൊഡ്യൂസർ ഗ്യാസ്. മക്കളെ മറക്കരുത്, 1 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണത്. ഓക്കെ, ഇനി എന്താണ്? കാർബൺ മോണോക്സൈഡിനെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി മക്കളെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇതോട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ സാറ് നേരത്തെ പറഞ്ഞു, ഇതാണ് CO3കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർബണേറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ HCO3 കണ്ടാൽ മക്കൾ മനസ്സിലാക്കണം, ദിസ് ഈസ് ബൈകാർബണേറ്റ്. ഇതിനെയാണെന്ന് വിളിക്കുക ബൈകാർബണേറ്റ്. അപ്പൊ കാർബണേറ്റും ബൈകാർബണേറ്റും, മലയാളം മീഡിയം മക്കളെ കാർബണേറ്റിന് കാർബണേറ്റ് എന്ന് തന്നെയാ പറയാ, ബൈകാർബണേറ്റിന് ബൈകാർബണേറ്റ് എന്ന് തന്നെയാ പറയാ. കെമിസ്ട്രിക്ക് ഒരേ ഒരു ഭാഷയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ ഇത് ഓർത്തു വെക്കുക. അപ്പൊ മക്കളെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, സാർ ഇങ്ങനെ എഴുതുകയാണ് Na2CO3. അപ്പൊ നിങ്ങൾ എന്താ ഇതിനെ വായിക്കേണ്ടത്? Na എന്ന് പറഞ്ഞാൽ സോഡിയം, CO3 എന്ന് പറഞ്ഞാൽ കാർബണേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? സോഡിയം കാർബണേറ്റ്. എന്താണ്? സോഡിയം കാർബണേറ്റ്. എന്നാൽ സാർ എഴുതിയത് ഇങ്ങനെയാണെങ്കിലോ NaHCO3. അപ്പൊ എന്താണ്? HCO3 ആണ്, അപ്പൊ ബൈകാർബണേറ്റ് ആണ്. അപ്പൊ മക്കൾ എന്താ വായിക്കേണ്ടത്? സോഡിയം ബൈകാർബണേറ്റ്. എന്താ വായിക്കേണ്ടത്? സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ കാർബണേറ്റുകളെയും ബൈകാർബണേറ്റുകളെയും തിരിച്ചറിയുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകാം. കുറച്ച് കോമ്പൗണ്ട്സുകൾ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പൊ CO3 ഉള്ളവയൊക്കെ കാർബണേറ്റുകളും HCO3 ഉള്ളവയൊക്കെ നിങ്ങൾ എന്തുമായിട്ട് സ്വീകരിക്കണം? ബൈകാർബണേറ്റുമായിട്ട് സ്വീകരിക്കണം. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സാർ ഈ ടോപ്പിക് നമ്മൾ ഈ ഒരു കണ്ടന്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. മക്കളെ ഇനി ഒരിക്കലും ഇതിന്റെ മാർക്ക് മക്കൾ പോക്കരുത്. ഓക്കെ, എങ്കിൽ സാറ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് സാർ ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, നിങ്ങൾ എത്ര പേര് ചെയ്യും എന്ന് ഞാനത് നോക്കട്ടെ. ഞാനൊരു കോമ്പൗണ്ട് ഇവിടെ എഴുതാം, അതിന്റെ പേര് നിങ്ങൾ എഴുതണം. ഓക്കെ, ഒന്നാമത്തത് A എന്ന് പറഞ്ഞിട്ട് AB എന്ന് നിങ്ങൾ കമന്റിൽ ഇട്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ കേട്ടോ, MgCO3. യെസ്, MgCO3 ഇതിന്റെ പേരെന്താണെന്ന് എഴുതുക മക്കള്. അതേപോലെ തന്നെ MgHCO3 ട്വൈസ്. ഓക്കെ, അപ്പൊ ഈ ട്വൈസ് ഈ എണ്ണം ഒന്നും നിങ്ങൾ നോക്കണ്ട, ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ A എന്താ B എന്താ നിങ്ങൾ പേര് എഴുതുക കമന്റ് ബോക്സിൽ. ഓക്കെ മക്കളെ, അപ്പോ അടുത്തൊരു കണ്ടന്റ് വീഡിയോയായിട്ട് സാറ് ഇതിലും ഉഷാറായി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമായിട്ട് വരാം. ഓക്കെ, കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു പോവുക. ഓക്കെ, മക്കൾക്ക് എല്ലാവർക്കും നല്ല നല്ല മാർക്ക് കിട്ടട്ടെ. 10ാം ക്ലാസ്സിൽ ചുറുചുറുക്കോടെ നിങ്ങൾ ആ ഒരു പ്രസരിപ്പോടെ തന്നെ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.